നോക്കാം. ഒരുപാട് മലയാളികൾ അല്ലെ ഒരുപാട് ആൾക്കാർ യു എയിലാണെങ്കിൽ വിസ റിന്യൂ ചെയ്യാൻ പറ്റാണ്ടും എന്നാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റാണ്ടും നമ്മളെടുത്ത് വരുന്നില്ലേ ഓഫീസിൽ? അതെ അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ ഇതിവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വിസയ്ക്ക് വേണ്ടിയിട്ട് പലരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ വിസ എടുത്തു കൊടുക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ അവരുടെ പേരിൽ ഒരു ട്രേഡ് ലൈസൻസ് കൂടെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ പ്രൊഫഷൻ ഇൻവെസ്റ്ററോ പാർട്ട്ണറോ ആണ് എങ്കിൽ, അല്ലെങ്കിൽ മാനേജർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ പേരിൽ ഒരു ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ വർഷവും ആ ട്രേഡ് ലൈസൻസ് റിന്യൂ ചെയ്യുക എന്നുള്ളത് ആ ഇൻവെസ്റ്ററിൻ്റെയോ പാർട്ട്ണറിൻ്റെയോ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ട്രേഡ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിനോടനുബന്ധിച്ച് തന്നെ എമിഗ്രേഷൻ ഫയല്, ഇ ചാനല്, ലേബർ ഫയല്, അതുപോലെ തന്നെ വാറ്റ്, ടാക്സ്, ഇതൊക്കെ റിന്യൂ ചെയ്യുക എന്നുള്ളത് ഇൻവെസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെയോ അതിനകത്ത് ആ ലൈസൻസ് ഹോൾഡറിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് കിട്ടുന്ന വിസ 2 വർഷത്തെ വിസയായിരിക്കും. ഈ വിസ കഴിയുമ്പോഴാണ് ഇവർ അതോറിറ്റികളിലോ അല്ലെങ്കിൽ ഈ കൺസൾട്ടൻറ്റിനോടോ അപ്രോച്ച് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ലൈസൻസ് എക്സ്പയർ ആയി, എമിഗ്രേഷൻ ഫയൽ എക്സ്പയർ ആയി കിടക്കുമ്പോൾ ഇവർക്ക് വിസ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ വിസ റിന്യൂ ചെയ്യാനോ ഇവർക്ക് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഈ ഫൈനെല്ലാം ഈ 1 വർഷത്തെ ഫൈന് അടച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ടതിന് ശേഷമേ ഇവർക്കുള്ള വിസ ക്യാൻസൽ ചെയ്ത് പോകാനോ അല്ലെങ്കിൽ വിസ റിന്യൂ ചെയ്യാനോ പറ്റൂ. അതുപോലെ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള വേറെ സംഭവമുണ്ട്. ഈ കൺസൾട്ടൻറ്റ് ഇവർക്കുള്ള കയ്യിലായിരിക്കും ഇതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഉള്ളത്. അപ്പോൾ ഇവർ ഈ ലൈസൻസിൽ നിന്ന് ഒരുപാട് കോട്ടകൾ അപ്രൂവൽ ചെയ്തെടുത്തിട്ട് 10ഓ 50ഓ വിസ അവർ വേറെ എടുത്തിട്ടുണ്ടാവും. ഈ ഇൻവെസ്റ്ററോ പാർട്ട്ണറോ അത് അറിയത്തില്ല. അപ്പോൾ ഈ 50 വിസ ഈ ലൈസൻസിൻ്റെ അണ്ടറിൽ വേറെ എടുത്ത് എംപ്ലോയീസിനോ അല്ലെങ്കിൽ മാനേജറിനോ എടുത്ത് കൊടുത്തിട്ട് ഇവർ പൈസ മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വവും വരുന്നത് ഈ ഇൻവെസ്റ്ററിനാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ പേരിൽ ഒരു ലൈസൻസ് ഇഷ്യൂ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാ വർഷവും റിന്യൂ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 1. രണ്ടാമത്തത്, ആ ലൈസൻസിൻ്റെ അണ്ടറിൽ ഏതെങ്കിലും എംപ്ലോയ്മെൻറ്റ് വിസ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയിക്ക് കറക്റ്റ് സാലറി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ സാലറി കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ആവശ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ച് കൊടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസി വരുന്നത് എല്ലാം ഈ ഇൻവെസ്റ്ററിൻ്റെ അണ്ടറിലാണ്. അങ്ങനെയാണ് ഈ ഇൻവെസ്റ്ററും പാർട്ട്നേഴ്സും ലൈസൻസ് ഹോൾഡേഴ്സും ഇവിടെ ഒരുപാട് ആൾക്കാർ കുടുങ്ങി കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞായിരുന്നു, അതേ കമ്പനിയിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റേഴ്സ് അറിയാണ്ട് ഈ കൺസൾട്ടൻസിന് വേണമെങ്കിൽ ഒരുപാട് കോട്ട ഇഷ്യൂ ചെയ്യുകയും അതിനൊത്തിരി വേറെ വിസ സെല്ല് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ അവരും വേറെ, അതും ഒരു ഇല്ലീഗൽ അല്ലേ? അവരുമായിട്ട് വേറെ ജോലി ചെയ്യുകയോ പിടിക്കപ്പെടുകയോ? അതെ, അവർ വേറെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്യുകയും അവർ പിടിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ അണ്ടറിലാണ് ഫൈൻ വരുന്നത്. 50,000 ദിർഹംസോളം ഫൈൻ വരും ഈ കമ്പനിയുടെ അണ്ടറിൽ. അതിന് വഹിക്കേണ്ടത് ഈ ഇൻവെസ്റ്ററാണ്. അങ്ങനെയാണ് ഒരുപാട് പേര് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. അത് ഭയങ്കര ഒരു അപകടകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പം പൊതുവെ കണ്ടുവരുന്നത്. അപ്പം അതുപോലുള്ളൊരു വിസ സെയിൽസിൽ പോയി അകപ്പെടാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അല്ല, വിസ എടുക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അവരുടെ പേരിൽ ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് ലൈസൻസ് റിന്യൂ ചെയ്യുകയും അത് കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ഇൻവെസ്റ്ററിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇപ്പം സാർ തന്നെ പറഞ്ഞായിരുന്നു, ആ കമ്പനിയുടെ ഇൻവെസ്റ്ററിൻ്റെ അണ്ടറിൽ തന്നെ എന്ത് ചെയ്യുക, ആ ലൈസൻസിൻ്റെ അണ്ടറിൽ തന്നെ നിരവധി വിസ കോട്ട ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. അപ്പം അതുപോലെ ഒരു വിസയാണ് പൈസ കൊടുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം അവരെന്തൊക്കെയാണ് നോക്കേണ്ടത്? അങ്ങനെയുള്ളവരും വരുന്നുണ്ടല്ലോ. അതെ, അങ്ങനെ നമ്മളിപ്പോൾ ഒരു കമ്പനിയിലെ എംപ്ലോയ്മെൻറ്റ് വിസ എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ആ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നും കൃത്യമായി സാലറി എല്ലാ മാസവും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഒന്നത്. രണ്ടാമത്തത്, ആ എംപ്ലോയർ കറക്റ്റായിട്ട് ലൈസൻസ് റിന്യൂ ചെയ്ത് എൻ്റെ വിസ കറക്റ്റായിട്ട് അവർ റിന്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കണം. ഇതൊക്കെ ഓരോ വിസ ഹോൾഡേഴ്സിൻ്റെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് അവരവർ തന്നെ ശ്രദ്ധിക്കണം. അവരവരെ വിസ എക്സ്പയർ ആവുകയോ അല്ലെങ്കിൽ റിന്യൂ ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒന്നുകിൽ അതോറിറ്റിയിലോ അല്ലെങ്കിൽ ആ ഓണറിൻ്റെയോ അപ്രോച്ച് ചെയ്യണം. അത് ചെയ്യാതെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ഈ ഫൈൻ അക്യുമുലേറ്റ് ചെയ്ത് ഇവർക്ക് ഫൈൻ അടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെ വിസ സെയിൽസിൽ ആഡ്സ് ഒക്കെ കണ്ട് വിസ സെയിൽസിൽ നിന്നും ഇതുപോലെ വിസ എടുത്ത നിരവധി ആൾക്കാരുണ്ടാവും നമ്മുടെ ഇടയിൽ. അവരിപ്പോൾ എന്താണ് നോക്കേണ്ടത്? അവർ കൃത്യമായിട്ട്
ഏത് അതോറിറ്റിയിൽ നിന്നാണോ ആ വിസ ഇഷ്യൂ ആക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഫ്രീ സോൺ വിസകളാണ് ഇപ്പോൾ പ്രശ്നമായി കിടക്കുന്നത്. അപ്പോൾ ഏത് ഫ്രീ സോണിൽ നിന്നാണോ ആ വിസ എടുത്തിരിക്കുന്നത് ആ ഫ്രീ സോൺ അതോറിറ്റിയിൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ആ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായ ഒരു ഇൻഫർമേഷൻ അവർ പാസ് ചെയ്യുകയും അവർ ഓണേഴ്സിനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഈ വിസ അവർ ക്യാൻസൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഫ്രീലാൻസ് വിസ എന്ന ഒരു മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് 5,000 6,000 ഇതിലാണല്ലോ എല്ലാവരും പോയി വിസ എടുത്ത് ഇതുപോലെ പെടുന്നത്. അപ്പോൾ ഇവർ ശരിക്കും എന്തൊക്കെ അറിഞ്ഞിരിക്കണം? കാര്യം എന്തായാലും ഒരുപാട് ആഡ്സ് നമുക്ക് കാണാം, എവിടെ നോക്കിയാലും കാണാം 5,000 രൂപയ്ക്ക് വിസ, 6,000 രൂപയ്ക്ക് വിസ കിട്ടുന്നുണ്ടെന്ന്. പക്ഷേ എന്താണ് ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ? ഇങ്ങനെ ഒരു വിസ ഉണ്ടോ? ഇപ്പം കണ്ടില്ലേ, ഇപ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിസ കിട്ടുമ്പോൾ എന്താ അറിഞ്ഞിരിക്കേണ്ടത്? എനിക്കിപ്പോൾ ഒരു 2 years വിസ കിട്ടി, ഞാൻ എന്താണ് അറിഞ്ഞിരിക്കണം? അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഭാവിയിൽ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫ്രീലാൻസ് വിസ എന്ന് പറയുന്നൊരു വിസ ഇല്ല. ഈ ഫ്രീലാൻസ് വിസ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് പെർമിറ്റോട് കൂടി ഫ്രീലാൻസ് പെർമിറ്റാണ് കൊടുക്കുന്നത്. അത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാനോ ആ പെർമിറ്റ് കൊണ്ട് മറ്റുള്ള കമ്പനിയിൽ ജോലി ചെയ്യാനോ ഫോട്ടോഗ്രാഫി പ്രൊഫഷണൽ ഫ്രീലാൻസ് വിസകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഒരിക്കലും ഒരു കമ്പനിയിൽ നിന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ആ കമ്പനിയിൽ നിന്ന് എംപ്ലോയ്മെൻറ്റ് വിസ ആ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രം ആ കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ ആ കമ്പനിയുടെ വിസ എടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ ഫ്രീലാൻസ് വിസ എന്ന് പറയുന്നൊരു സംഭവം ഇല്ല, അത് ഇല്ലീഗലാണ്. ഇതേപോലെ ആഡ്സ് കണ്ട് എടുക്കുന്ന വിസ എടുക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക അവരുടെ വിസ പ്രോപ്പർ ആണോ, ഡോക്യുമെന്റ്സ് പ്രോപ്പർ ആണോ, എല്ലാം പ്രോപ്പർ ആണോ, എങ്ങനെയാണ് കൺഫേം ചെയ്യാൻ പറ്റുക അവർക്ക്? ഒന്നാമത്തേത് അവർ വിസ എക്സ്പയറേഷൻ ആവുന്നതിന് മുമ്പ് തന്നെ അവർ കൃത്യമായിട്ട് ആ വിസ റിന്യൂ ചെയ്യാനുള്ള കമ്പനികളിൽ ഏത് കമ്പനിയിൽ നിന്നാണോ വിസ ഇഷ്യൂ ചെയ്തത് ആ കമ്പനിയിൽ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ കമ്പനി അപ്രോച്ചബിൾ അല്ല എങ്കിൽ അവർ കൃത്യമായി ഒന്നുകിൽ ലേബർ ഓഫീസിലോ അല്ലെങ്കിൽ ഏത് ഫ്രീ സോണിൽ നിന്നാണോ ആ വിസ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ ഫ്രീ സോണിലോ അപ്രോച്ച് ചെയ്യണം. അല്ലെങ്കിൽ ആമറിലോ സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസൾട്ടൻ്റ് ഉണ്ടാവും, കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കുന്ന കറക്റ്റായിട്ടുള്ള കൺസൾട്ടൻ്റുകളുണ്ട് ഇവിടെ. അവരുമായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒത്തിരി പേർക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. കാര്യം ഒരുപാട് പേര് വിസ സെയിൽസിൽ അതെ വിസ എടുത്തിട്ട് 2 വർഷം കൂടുമ്പോഴാണ് ഇവർ അറിയുന്നത് തന്നെ ഇങ്ങനൊരു കമ്പനി തന്നെ നിലവിലില്ല എന്നുള്ളത്. ഒരിക്കലും ഒരു അതോറിറ്റിയും ഫൈന് ഇപ്പം വേവ് ഓഫ് ചെയ്ത് കൊടുക്കുന്നില്ല, വിസ ഫൈനൊന്നും വേവ് ഓഫ് ചെയ്ത് കൊടുക്കുന്നില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ വിസ ഇപ്പം എടുത്തവരുണ്ടാവുമല്ലോ, അവർ ഈ വിസയുമായിട്ട് അതായത് അതോറിറ്റിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് എല്ലാം ആക്റ്റീവ് ആണോ, അവരുടെ വിസ ആക്റ്റീവ് ആണോ എന്ന് അവർക്ക് ഇപ്പം തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ, സപ്പോസ് അവരതങ്ങനെ പോകുമ്പോൾ ലൈസൻസ് ആക്റ്റീവ് അല്ല, ഇപ്പം സെക്കൻഡ് ഇയർ ലൈക്ക് റിന്യൂവൽ ആകുന്ന സമയത്ത് പോകുമ്പോൾ ലൈസൻസ് ആക്റ്റീവ് അല്ല എന്നറിയുവാണെങ്കിൽ ഈ അതോറിറ്റി തന്നെ അവർ ഹെൽപ്പ് ചെയ്യുമോ? തീർച്ചയായിട്ടും. അതാണ് ആ അതോറിറ്റിയിൽ ലേബർ കംപ്ലൈൻറ്റ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ലേബർ ഓഫീസിൽ ചെന്നിട്ട് നമ്മളൊരു കംപ്ലൈൻറ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എംപ്ലോയർ അപ്രോച്ചബിൾ അല്ല, എനിക്ക് ഇത്ര നാൾ സാലറി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ അതോറിറ്റി ഇവർക്കുള്ള വിസ ക്യാൻസൽ ചെയ്ത് കൊടുക്കും. പക്ഷേ ആ ഡ്യൂറേഷൻ വരുന്ന ഫൈൻ, അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ആ ഫൈൻ ഈ എംപ്ലോയി അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഇപ്പം ഈ എംപ്ലോയ്മെന്റ് വിസ പോലെ എടുക്കുന്നവരുണ്ടാവുമല്ലോ, അതെ, അപ്പോൾ അവരാണ് ഇതുപോലെ എക്സ്പയർ ആവുന്നതിന് മുമ്പ് റിന്യൂ ചെയ്യാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ അറിയുന്നത് ഇതുപോലെ ലൈസൻസ് ആക്ടിവേറ്റ് അല്ല, അവരുടെ വിസ എക്സ്പയർ ആയിട്ടില്ലല്ലോ, അപ്പോൾ അവർക്ക് അതോറിറ്റി ഹെൽപ്പ് ചെയ്യത്തില്ലേ വിത്തൗട്ട് പെനാൽറ്റി ആയിട്ട്? തീർച്ചയായിട്ടും. എംപ്ലോയി യഥാർത്ഥത്തിൽ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന ആളല്ലാത്തത് കൊണ്ട് അവർക്കുള്ള എംപ്ലോയിന്റെ ലേബർ ലോ ഉണ്ട്. അവർക്ക് ഇവിടെ നിന്ന് വിസ ക്യാൻസൽ ചെയ്ത് വേറൊരു കമ്പനിയിലേക്ക് മാറാനുള്ള അവകാശമുണ്ട്. ആ അവകാശം അവർക്ക് അവിടെ നിന്ന് നേടിയെടുക്കാം. ഓണേഴ്സ് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ പോലും അതിപ്പം സാറ് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാലറി ഇഷ്യൂ വന്നാലൊക്കെ ഇവർക്ക് പോവാം. ഇതുപോലെ വിസ തട്ടിപ്പില്ല, ലൈക്ക് വിസ ഇങ്ങനെ കിട്ടുന്നവരുണ്ടല്ലോ, ഇങ്ങനെ ഫ്രീലാൻസ് എന്ന് പറഞ്ഞ പേരിൽ വിസ എടുക്കുന്നവർക്ക് അറിയുന്നുണ്ടാവില്ലല്ലോ ഇത് ആരുടെ പേരിലാണ് എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇത് ആ കൺസൾട്ടന്റ് ഡിസപ്പിയർ ആവുക, ഇതുപോലെ ഒരു 2025 വിസ സെല്ല് ചെയ്തിട്ട് അവർ ഡിസപ്പിയർ ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ഇവർക്ക് ഇതുപോലെ ഓണറിനുള്ള ആ ഒരു ഹെഡേക്സ് ഇവർക്ക് ഉണ്ടാവാണ്ട് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്താൽ പോയി ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റാം. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും.
ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഓണേഴ്സ് എന്തൊക്കെയാണ് ഫേസ് ചെയ്യുക? ഇങ്ങനെയാണ് ഓണർ നിന്ന് ഒഴിഞ്ഞു മാറുക? ഇങ്ങനെ ഒരു ഫേക്ക് ഒരു ന്യൂസ് ചാനൽ അല്ലെങ്കിൽ ഫേക്ക് ഒരു ഇതിൽ പോയി ഈ ഇൻവെസ്റ്റ്മെന്റ്സ് എടുത്ത ആളെങ്ങനെയാണ് ഇതിന് ഒന്ന് ഈ കുരുക്കിന്ന് രക്ഷപ്പെടാൻ പറ്റുക? കറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇൻവെസ്റ്ററിനും ഇതിൽ നിന്ന് പിന്മാറി പോകാൻ പറ്റില്ല. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നിങ്ങൾ ഇൻവെസ്റ്ററോ പാർട്ട്ണറോ ഷെയർ ഹോൾഡർ ഇതാണ് എങ്കിൽ, നിങ്ങളൊരു ലൈസൻസിൽ ഒരു ഷെയർ ഹോൾഡറോ അല്ലെങ്കിൽ ഇൻവെസ്റ്ററോ പാർട്ട്ണറോ മാനേജറോ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകാൻ പറ്റില്ല. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണത്. ഈ എംപ്ലോയീസിനെ എല്ലാം കറക്റ്റായിട്ട് സാലറി കൊടുക്കുകയും ഈ ലൈസൻസ് റിന്യൂ ചെയ്യുകയും എമിഗ്രേഷൻ ഫയൽ റിന്യൂ ചെയ്യുകയും ലീസ് എഗ്രിമെൻറ്റ് റിന്യൂ ചെയ്യുകയും കറക്റ്റായിട്ട് വാറ്റ് ആൻഡ് ടാക്സ് സബ്മിഷൻ കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യേണ്ടത് ഈ കമ്പനിയുടെ ഓണറിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് പിന്മാറി പോകാൻ പറ്റില്ല. ഈ എംപ്ലോയി പ്ലീസ്. അപ്പം ഈ ഷെയർ ഹോൾഡറിന്റെ വിസ അല്ലെങ്കിൽ ഒരു പാർട്ണർ ഇൻവെസ്റ്റർ വിസയാണ് ഈ ഫ്രീലാൻസ് വിസ എന്ന പേരിൽ ഒരാളുടെ പ്രൊഫഷണൽ ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി കൂടുതലും ജാഗ്രതയായിരിക്കണം, അല്ലെ? അലേർട്ട് ആയിരിക്കണം. ഇപ്പൊ തന്നെ എത്രയും വേഗം അവരുടെ അണ്ടറിൽ വേറെ ലൈസൻസ് ലൈക്ക് എംപ്ലോയീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഫയലെല്ലാം കറക്റ്റ് ആക്കി ലൈക്ക് പ്രൊവൈഡ് ചെയ്തവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എല്ലാ ഓണേഴ്സിനും ഒരു ഇൻവെസ്റ്ററിൻ്റെ ഉത്തരവാദിത്വവും അവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ UAE പാസിലൂടെയോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന യൂസർ നെയിം ആൻഡ് പാസ്വേഡിലൂടെയാണ് ഈ മറ്റ് വിസകൾ ഇഷ്യൂ ചെയ്യുന്നത്. അവർ കൊടുക്കാതിരിക്കുക. അതാണ് അതിൻ്റെ. എന്ത് വന്നാലും അതിനൊരു ക്വസ്റ്റ്യനബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരിൽ അത് ഏൽപ്പിക്കുകയും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. പക്ഷേ ഒരു ലൈസൻസ് പ്രോപ്പർ ബിസിനസ് അല്ലാണ്ട് ഒരു ലൈസൻസ് എടുത്തിട്ട് ഇതുപോലൊരു വിസ വേറെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇല്ലീഗൽ അല്ല ഇവിടെ? തീർച്ചയായിട്ടും ഇല്ലീഗലാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്. അത് ചെയ്യാൻ പാടില്ല. ചെയ്യാണ്ടിരിക്കുന്നതല്ലേ ഏറ്റവും ബെസ്റ്റ്. തീർച്ചയായിട്ടും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. യുഎഇയുടെ ഒരു നിയമ സംവിധാനമുണ്ട്. നമ്മൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സംരക്ഷിക്കപ്പെടുന്ന, നമ്മളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രാജ്യത്താണ്. സ്നേഹസമ്പന്നരായ ഭരണാധികാരികൾ നമുക്ക് തന്ന കുറേ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു ഭരണം ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നിന്ന് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 10-20 വർഷം കൊണ്ട് ഞാൻ UAEയിൽ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ പേരിൽ കേസില്ല, എൻ്റെ പേരിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം കൃത്യമായി ഇവിടുത്തെ നിയമങ്ങൾ കറക്റ്റായിട്ട് പാലിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമില്ല. അതെ. അപ്പോൾ ഇറ്റ് വാസ് എ ഗുഡ് സെക്ഷൻ. ഒത്തിരി പേര് അറിയാം, അല്ലെ? അതുപോലെ ഇതുപോലെ ഇങ്ങനെ ഫ്രീലാൻസ് വിസ എന്ന് പറഞ്ഞ കൊടുക്കുന്ന വിസയൊക്കെ ഇതുപോലെയുള്ള സെറ്റപ്പ് വിസാസ് ആണെന്നുള്ളതൊക്കെ മലയാളീസ് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇത് അത്ഭുതം തോന്നുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. അവരാണ് നമ്മളെ ഓഫീസുകളിൽ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം. എനിക്ക് എൻ്റെ വിസ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് തിരിച്ച് വരാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ലൈസൻസ് എക്സ്പയർ ആയി കുറേ നാളായി, അതിന് ഒരുപാട് ഫൈനായി കിടക്കുകയാണ്, അത് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മളെ മലയാളികളാണ് ഇതിൽ പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഭയങ്കര അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ന് തന്നെ പുതിയൊരു ഒരു എംപ്ലോയി വന്നിട്ട് അവർ ജസ്റ്റ് എൻട്രി പെർമിറ്റ് എടുത്തതേ ഉള്ളൂ. എൻട്രി പെർമിറ്റ് എടുത്തിട്ട് 2 years ആയി. എന്നിട്ട് അവർ വിസ പോലും സ്റ്റാമ്പ് ചെയ്തിട്ടില്ല. പുള്ളി എൻട്രി പെർമിറ്റ് എടുത്ത് മെഡിക്കൽ എടുത്ത് എമിറേറ്റ്സ് ID വിസ ഒന്നും ഇല്ലാതെ ജസ്റ്റ് എൻട്രി പെർമിറ്റ് മെഡിക്കൽ മാത്രം എടുത്തിട്ട് ഓവർ സ്റ്റേയിലായിട്ട് 2 വർഷത്തെ ഫൈൻ അടയ്ക്കേണ്ടി വന്നു. ഇത് ഇന്നത്തെ ഒരു ക്ലയന്റിന്റെ ഒരു ഇതാണ്. ഇങ്ങനെയും സംഭവിക്കും. അതും വളരെ അവർക്ക് ആ പൈസ അടയ്ക്കാനില്ലാതെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ ചാനൽ അല്ലാണ്ട് വിസ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇതിന് കൃത്യമായിട്ടുള്ളൊരു ആൻസർ എന്താണെന്നറിയാം? നിങ്ങൾ UAEയിൽ നിൽക്കുകയാണെങ്കിൽ, ഒരു റെസിഡൻസി വിസ ഹോൾഡറായിട്ട് നിൽക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് ആ വിസ റിന്യൂ ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾ എമിറേറ്റ്സ് ID റിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളത് നിങ്ങളെ തന്നെ ഉത്തരവാദിത്തമാണ്. അത് വേറൊരാളിലേക്ക് കെട്ടിവെക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാൻ കമ്പനി അനുവദിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അത് അതോറിറ്റികളുണ്ട്. കറക്റ്റായിട്ട് നിങ്ങളെ വിസ റിന്യൂ ചെയ്യുന്നത് എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ അതോറിറ്റികൾ അപ്രോച്ച് ചെയ്യണം. അപ്രോച്ച് ചെയ്തുകൊണ്ട് നിങ്ങളെ വിസ ക്യാൻസൽ ആക്കുകയോ അല്ലെങ്കിൽ റിന്യൂ ചെയ്യുകയോ ചെയ്യണം. അത് ചെയ്യാത്തപ്പോഴാണല്ലോ അത് പ്രശ്നം വരുന്നത്. ഇതെല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും. കാര്യം ഒരുപാട് പേര് ഇതുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് എന്നും കോളുകളായിട്ട് വരികയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും വല്ലാണ്ടിരിക്കാൻ തീർച്ചയായിട്ടും ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അഡ്വൈസ് കൊടുക്കാൻ പറ്റും. ഇവിടെ പ്രോപ്പറായിട്ട് അഡ്വൈസ് കൊടുക്കുന്ന നല്ല കൺസൾട്ടൻറ്റുകളുണ്ട്. കുറേ വർഷത്തെ പരിചയമുള്ള, ഫ്രീ സോണുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ള, ഞാനും എൻ്റെ ബ്രദറും ഫ്രീ സോണുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം 10-12 വർഷം കൊണ്ട് നമുക്ക് പരിചയമുണ്ട്.
അപ്പോൾ ഫ്രീ സോണിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിലോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ അപ്രോച്ച് ചെയ്യാം. ഒരു വേ ഔട്ട് പറഞ്ഞു കൊടുക്കാൻ തീർച്ചയായിട്ടും നമ്മൾ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. വെരി ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു.